ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഹീറോയ്ക്ക് ഫ്ലാഷ് ബാക്ക് നന്നായിട്ട് ഓർമ്മ വന്നായിരുന്നു. അതെങ്ങനെ വന്നു പറഞ്ഞാൽ ഹീറോയ്ക്ക് അങ്ങനെയല്ല, ഹീറോയ്ക്ക് ഡ്രീം വന്നായിരുന്നു. ഡ്രീമിൽ പറഞ്ഞ് അതെ ആ പൈറ്റിങ് ആ ഡ്രോയിങ് ഹീറോയ്ക്ക് കൊടുത്തയച്ചത് അതിൽ ഹീറോയ്ക്ക് കുറച്ച് ഓർമ്മ വന്നായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ അമ്മ സംസാരിക്കുന്ന അച്ഛൻ പറയായിരുന്നു അത് ആ പാലസ് രാജ്കുമാരിയാണ്. ഇങ്ങനെയായിട്ട് അവർ പറയുന്നു ഇവർ 7 വരെയുള്ള മുമ്പത്തെ ഇങ്ങനെ ക്രഷ് ലവറായിരുന്നു, എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതെല്ലാം പറയുമായിരുന്നു. ഹീറോയ്ക്ക് നമ്പിക്കയില്ലായിരുന്നു. അതുകൊണ്ട് ആ ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് പറഞ്ഞ ഹീറോയിൻ്റെ വീട്ടിലൊരു ബുക്കുണ്ട്, അതേമാതിരി ഒരു ബുക്ക്. അതും കണ്ട് ഹീറോയി വായിച്ചാൽ പിന്നെ ഹീറോയ്ക്ക് ഫ്ലാഷ് ബാക്ക് എല്ലാം ഓർമ്മ വന്നായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജും എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഹീറോയ്ക്ക് മാരേജായി. മാരേജ് അപ്പോൾ എല്ലാം റെഡിയായി നല്ല റൂമൊക്കെ പോയായിരുന്നു. പിങ്ക് സാരി ഹീറോയി റൂമൊക്കെ പോയി. അങ്ങനെ ഹീറോയി പാലെടുത്ത് റൂമിൽ പോയായിരുന്നു. 7 പേർ നോക്കായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ കുടിച്ചായിരുന്നു 7 പേർ. ഹീറോയും കുടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ഇങ്ങനെയായിട്ട് ജിന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയി ജിന്നെടുത്ത് വന്നായിരുന്നു. അപ്പോൾ ജിന്നെ പിടിച്ച് കിസ് അടിച്ച് ജിമ്മിനെ നിക് നെയിം അതിൽ വിളിച്ചായിരുന്നു. ജിന്നക്ക് ഷോക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് കിസ് അടിച്ച് അവർ നിക് നെയിം വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഷോക്കായിരുന്നു 7 പേർ. അങ്ങനെ ആ റാബിറ്റ് പറയാനും ഇവൾ രാജകുമാരിക്ക് എല്ലാ പ്രിൻസ് നിങ്ങളെ റാണിക്ക് എല്ലാം ഓർമ്മ വന്നു എന്നെ റാബിറ്റ് പറഞ്ഞ് അവിടുന്ന് മറിഞ്ഞു പോയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും 7 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അവർക്ക് ഹീറോയിൽ കൂടെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ക്ലോസ് ആയിട്ട് നന്നായിട്ട് ഹാപ്പി ആയിരുന്നു. റൊമാൻസ് ചെയ്തിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഹീറോയി പറയാൻ തുടങ്ങി നഞ്ജുൻ എന്തടി നമ്മ ആ പാലസൊക്കെ പോവാം എന്നെ ഹീറോയി ചിരിച്ചിട്ട് പാറായിരുന്നു. വീട് കേട്ടിട്ട് ആറാൻ പറഞ്ഞു ഇല്ലടാ, ആ പാലസിൽ വെച്ചിട്ടല്ലേ നമ്മളെ കൊന്നത്, അതുകൊണ്ട് ആ പാലസ് അങ്ങനെയായിട്ട് ഹീറോയിനോട് പറഞ്ഞായിരുന്നു. ഹീറോയിനും ഇവിടെ ഒരുപാട് ചേഞ്ച് ആയിരുന്നു. എന്ത് ചെയ്യാ ശരിടാ എന്ന് പറഞ്ഞു. ആറും സാരില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ പാലസിന് ശരി ഓക്കെ ഇത് ആ പാലസിനെ ക്ലീൻ ചെയ്ത് നല്ല മാജിക് യൂസ് ചെയ്ത് അവിടെ കെട്ട ശക്തി എല്ലാം അഴിച്ച് ആ പാലസ് വെച്ചായിരുന്നു. പാലസ് മാറി ഒരു പാലസ് പുതിയ പാലസിക്ക് ഒരു പാലസ് പറഞ്ഞ് ആ പാലസ് പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറിയായിരുന്നു. അങ്ങനെ ഹീറോയി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയി കുക്കിംഗ് ക്ലാസ് പഠിക്കാം 7 പറ ചോദിച്ചതിനെ കൊണ്ട് 7 പറയായിരുന്നു. അത് നമ്മൾ മുൻജന്മത്തിലെ ഒരു സ്റ്റോറി അങ്ങനെ അവർ ലൈഫ് സ്റ്റോറി എഴുതിയിട്ട് അയച്ചായിരുന്നു. അതിൽ വില്ലനക്ക് അറിയില്ലായിരുന്നു. അവർ മുൻജന്മത്തിൽ വില്ലൻ്റെ പേര് വേറെ പേരാണ്. ഇപ്പം വില്ലൻ്റെ പേര് മുൻജന്മത്തിൽ ഇപ്പം ജാക്സനാണ് പേര്. മുൻജന്മത്തിൽ ജാക്കോ എന്ന പേരായിരുന്നു. ഇപ്പോൾ ജാക്ക് എന്ന പേരാണ്. ജാക്ക് കൊന്നറില്ല. മുൻജന്മത്തിലെ സ്റ്റോറി അവർ ഫാമിലിയെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. അത് ഷുഗ പറഞ്ഞ മുൻജന്മത്തെ സ്റ്റോറി മൊത്തം ഷുഗ അങ്ങനെ ആറും പറഞ്ഞ് എല്ലാം അളിച്ച് കറഞ്ഞു. വിയും ആറും എല്ലാം അളിച്ച് കറഞ്ഞു. അങ്ങനെ വില്ലനക്ക് ഓർമ്മ തിരിച്ചു പതിയില്ലായിരുന്നു. വില്ലൻ്റെ ഫാമിലി അതെല്ലാം അഴിച്ച് കറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോയായിരുന്നു. ഹീറോയ്ക്ക് കുട്ടികൾ ജനിച്ചായിരുന്നു. കുട്ടികൾ പറയായിരുന്നു അമ്മ നിങ്ങൾ സ്റ്റോറി പറഞ്ഞു. ഹീറോയി ചിരിച്ചായിരുന്നു. ഹാപ്പി എൻഡിങ്.